രണ്ടുപേർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? കോസ്റ്റ്യൂമർ ആരാ? കോസ്റ്റ്യൂമർ തയ്യക്കാരൻ തയ്ക്കുന്നേ? ഓ, കീറി വെച്ചെന്ന് പറയാനല്ലേ? നമ്മളെ ഇന്നലെ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ ഞാൻ ഇല്ലായിരുന്നു. സുചേട്ടൻ കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, മനസ്സിലായോ? ഞാൻ വേറെ കാര്യം എന്ത് കാര്യാ? പറയേ. നല്ല പറഞ്ഞതാ. ആണോ? നല്ല കോമഡിയാ, പൊളിഞ്ഞിട്ടേ. എന്താല്ലേ ഈ കോമഡി പൊളിയുമ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ പൊളിക്കാനല്ല, നമ്മൾ തകർക്കാനാണ് വന്നിരിക്കുന്നത്. അവിടെ പോയി ഇരുന്നാലും നടന്നോളൂ. നീ ബാ. അല്ല, നിന്റെ കൂടെ വന്ന ചിലപ്പോ ഞാൻ ശരി ബാ. നമുക്കൊരു ചിരിപ്പൂരം ഒരുക്കാൻ വേണ്ടി ഒരു സ്കിറ്റുമായി എത്തുകയാണ് ടീം കോമിക് റൈഡേഴ്സ്. ദീപം ദീപം ദീപം. അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഉണ്ടേ. ആ ഉണ്ടാ, ഉണ്ടെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. ഇവിടെ കഞ്ഞിയാ. കണ്ണനാരോ ഉണ്ണിക്കൺമണിയാരോ കണ്ണുനീർ ജന്മം താങ്ങും കൈകളിലാരോ ഒരു തോളിൽ നീ എന്ന പുണ്യം. ഹലോ, ആരാ പാടണത്? ആരേ? സുനിച്ചേട്ടനെ ഉറക്കുവാന്ന്. ആരാ പാടിയത്? അനിയാ. എന്താ ഇങ്ങനെ സൗണ്ട്? അവന് പനിയാ. ആണാ? എന്നാ അവനെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. അവിടെ പാട്ട് പാടുന്നത്. കണ്ണനാരോ ഉണ്ണിക്കൺമണിയാരോ കണ്ണുനീർ ജന്മം താങ്ങും കൈകളിലാരോ ഒരു തോളിൽ നീ എന്ന പുണ്യം താനെ തല ചായ്ക്കും. ഉറങ്ങിട്ടില്ലേ? പാപ്പം കൊടുത്താ? 8 മണിക്ക് കഴിച്ചതാ. പാപ്പം കൊടുത്തിട്ടാണ് കിടത്തിയിരിക്കുന്നത്. എന്ത് പാട്ടാണ്? ആരെങ്കിലും ഈ പാട്ട് പാടിയാ ഉറങ്ങുവോ? അത് വിളിച്ചേപ്പിച്ചേ. ഈ പാട്ടൊന്നും പാടി ഉറങ്ങിയല്ലെന്ന്. പിന്നെ എടാ, ഏത് പാട്ട് പാടണം? പുതിയ വെറൈറ്റി ആയിട്ടൊരു പാട്ട് പാടിയ പെട്ടെന്ന് ഉറങ്ങി. നീ ഏത് പാട്ടാണ് പാട്ട് പാടിക്കണം. ഇത് പാടി കഴിഞ്ഞിട്ടല്ലോ എന്റെ ഏട്ടൻ കലിപ്പടായി എന്ന് പറഞ്ഞ പാട്ട് പാടും. ഏത് കലിപ്പടത് പാട്ട് പോകുന്നുണ്ട്. ഈ പാട്ട് പാടണം. സുനിച്ചേട്ട ഉറങ്ങുന്നു. പാട്. പാടിയല്ല എന്താ സുനിച്ചേട്ട ഉറങ്ങിയില്ല? പാട്, എനിക്ക് ഉറങ്ങണം. ഞാൻ പാടിയത് ഇതാരാ വന്നിട്ട് നോക്കിയേ? ആരാ? നമ്മുടെ കളിപ്പാവ, കളിക്കൂട്ടുകാരൻ. ആര്? നോക്ക്, നമ്മുടെ ഗിരീഷ്. വേണ്ടിട്ടേ ഓ, ശല്യം വന്നു. എന്താ താമസിച്ച വരാൻ? ഞാൻ നേരത്തെ ആണല്ലോ. എന്താണ് ഇങ്ങനെ കേറി വാ. നിങ്ങൾ വർത്താനം പറഞ്ഞിരുന്ന് നേരം വെളുപ്പിച്ചോ. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. മോനെ, നീ ഉറങ്ങുന്നില്ലേ? നീ ഇവരുടെ കൂടെ ഇന്ന് വർത്താനം പറഞ്ഞ സമയം കളി തലവേദന എടുക്കും. പോയി കിടന്ന് ഉറങ്ങ്. എന്റെ മോൻ നന്നായി വരും. എന്താ തമ്പായി എന്നൊക്കെ വിളിക്കണ? എന്താ നീ പോയതുണ്ടല്ലോ, എന്റെ ഏട്ടന്റെ ഭാര്യയാണ്, എന്റെ ഏട്ടത്തി അമ്മ. എനിക്ക് അമ്മയെ പോലെയാണ്. അമ്മയെ പോലെ എന്റെ സ്വന്തം അമ്മയാണത്. ഏത് ഈ പോയത്? അപ്പൊ നിങ്ങളുടെ അമ്മ എന്താടാ? അമ്മനെ ഞങ്ങള് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്. എവിടാ? ഒരു സ്ഥലത്ത്. എവിടെയാണ് സേഫ് ആയിട്ടുള്ള സ്ഥലം? ഈ പ്രായമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടാ. മടത്തിലല്ല, അതിന് മേളില് വൃദ്ധസദനത്തിൽ അമ്മമാരെ കൊണ്ടാക്കുന്ന സ്ഥലമാണോ അത്? അറിയാ, അച്ഛന്മാരെ കൊണ്ടാക്കുന്ന സ്ഥലമാണെന്ന് അറിയാം. പക്ഷെ ആ കാറിനോട് ഓടിച്ചിട്ട് ഇരുത്തില്ല, അയാൾ ഓടിക്കളഞ്ഞില്ലേ? എന്ത് കഷ്ടോടാ നിങ്ങളുടെ കാര്യം. എന്താടാ? എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താ രൂപമാണ് നിങ്ങളുടെ? കണ്ടിട്ട് തന്നെ ഒരു പ്രൗഢിയില്ലാത്ത രീതി. നീ ഇന്നും പണിക്ക് പോയില്ലേ? ഈ ആവശ്യമില്ലാത്ത കാര്യം എടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു ദിവസം പണിക്ക് പോകരുത്. ഞാൻ എങ്ങനെ പണിക്ക് പോകും? പഞ്ചായത്ത് പൈപ്പ് കാരണം എനിക്ക് പണിക്ക് പോകാൻ പറ്റും? പഞ്ചായത്ത് പൈപ്പിനെ നിന്നെ പിടിച്ച് കടിക്കോ? അതല്ലെന്ന്. ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി പണിക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോ എന്റെ വീടിന്റെ ഫ്രണ്ടിലാണല്ലോ പഞ്ചായത്ത് പൈപ്പ്. നിക്കാണ് ശാന്ത. ശാന്ത സമയത്താണ് പണിക്ക് പോകേണ്ടത്. അങ്ങനെയല്ലെന്ന്, ശാന്ത കുടവുമായി വന്ന് നിക്കണം. ശാന്തയുടെ കുടം? ഓ, ശാന്ത കാലിക്കുടം വന്നിട്ട് നിൽക്കണം. കാലിക്കുടം കണ്ട ആരെങ്കിലും പണിക്ക് പോകും? ഈ ശാന്ത പോയിക്കഴിഞ്ഞാൽ പണിക്ക് പോകല്ലോ. ലീലപുരം പിന്നെ മണി വരും. ശാന്തയുടെ കൂട്ടുകാരികൾ ഇവരിങ്ങനെ 10-10 വരെ ഈ വെള്ളം പിടിക്കാൻ ഒരു പരിപാടി. പിന്നെ ഞാൻ എങ്ങനെ പോകും പണിക്ക്? അപ്പൊ ഈ കാലിക്കുടം കണ്ട കാരണമാണ് നീ പണിക്ക് പോകാത്തത്. പോകാൻ പറ്റില്ല, വിശ്വാസം. അയ്യോ, കാലിക്കുടം കണ്ട ഞാൻ പോയില്ല. ഈ സണ്ണിയിലെ എറണാകുളത്ത് വന്നപ്പോ ഇങ്ങനെയല്ലേ പോയത്? സണ്ണിയിലെ എറണാകുളത്ത് വന്നാ അന്ന് ഈ കാലിക്കുടം ഇല്ലായിരുന്നോ? അന്ന് ഒരാഴ്ചത്തേക്ക് പൈപ്പിൽ വെള്ളം ഇല്ലെന്ന് കൂടെ പത്രത്തിലുണ്ടായിരുന്നു. ഏറ്റവും ഫ്രണ്ടിൽ തൂങ്ങിക്കത്. അതിപ്പോ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കാലിക്കുടം കണ്ടിട്ട് പണിക്ക് പോയി കഴിഞ്ഞാൽ ജോലി മുടങ്ങുന്ന പറഞ്ഞ വെറും അന്ധവിശ്വാസമാണ്. ആര് പറഞ്ഞ അന്ധവിശ്വാസമാണെന്ന്?
അന്ധവിശ്വാസമാണ് അതൊക്കെ. ആരാ പറഞ്ഞത്? ഇവിടെ ദൈവഭയം വേണം. ദൈവഭയം ഉണ്ട്. ആണാ? ആ. നീ അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോകാറില്ല. അതെന്താ? എനിക്ക് ദൈവത്തെ ഭയോ, പിന്നെ ഞാൻ എങ്ങനെ പോകും? അങ്ങനെ എന്നൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഈ നിങ്ങൾ കാലിക്കുടത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോ ഈ ശാന്ത ചേച്ചി ഇതേപോലെ തന്നെ കുടം, ഈ കാലിക്കുടം കണ്ട് ഞാൻ ഇത് നോക്കിയില്ല, പണിക്ക് അങ്ങോട്ട് ഒറ്റ പോക്കങ്ങോട്ട് പോയി. എടാ ഞാൻ ചെന്നപ്പോ എന്റെ മേശരി പറയാണ്, നിനക്ക് പ്രമോഷൻ. കൺഗ്രാറ്റുലേഷൻ. ഞാൻ ബാങ്കിലല്ലേ ജോലി. പ്രമോഷൻ എന്ന് അറിയില്ല, ഉയരങ്ങളിലേക്ക് കേറി ആ ഉയരങ്ങളിലേക്കാണ്. എനിക്ക് അവിടെ മണ്ണരിക്കല പരിപാടി സൈറ്റില്. എന്നോട് പറഞ്ഞു, നീ ഇന്ന് മണ്ണരിക്കണ്ട, ഈ കാണുന്ന ഫില്ലിംഗ് കട്ട മൊത്തം പൊക്കത്തിലേക്ക് കയറ്റിക്കോളാൻ. എത്ര നിലയില്? 12ാം നില. അയ്യോ, ലിഫ്റ്റ് പോണ്ടേ? ലിഫ്റ്റാ? അതാണ് കാലിക്കുടത്തിന്റെ മഹിമ. ലിഫ്റ്റ് കംപ്ലൈന്റ്. അന്ന് ഞാൻ നിർത്തിയാണ് ഈ പരിപാടി. കാലിക്കുടം കണ്ട ഞാൻ പോകില്ല. അത് ഉറപ്പാണ്. എടാ, നീ പണിക്ക് പോണ്ടപ്പോ നിന്റെ പെണ്ണുമ്പളൊന്നും പറയല്ല. അവളെ ഞാൻ സുരക്ഷിതമായ കയ്യിൽ ഏൽപ്പിച്ചില്ലേ? സുരേഷിനെ കയ്യേപ്പിച്ചാ? സുരക്ഷിതമായ കൈ. അതാരുടെ കൈ? അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തും കൊണ്ടങ്ങോട്ട് സുരക്ഷിതമായി ഏൽപ്പിച്ചു. എന്ത് കാര്യത്തിനാണ് അച്ഛൻ്റെ അമ്മയുടെ കൂടെ? എന്ത് കാര്യം? ചെറിയൊരു പ്രശ്നം. എന്ത്? അവളൊന്ന് പാചകം ചെയ്ത് അവളുടെ പാചകത്തിൽ ഒന്ന് പുഴത്തി പറഞ്ഞു. ആ കണ്ടാ, മാറി പാചകം ചെയ്തതിനെ കലക്കനടിക്കുന്നത്. അവൾ ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ അവളൊരു പായസം വെച്ച്. പായസം ഇഷ്ടമില്ലാത്തവരാരും. അടിപൊളി പായസം ഉണ്ടാക്കി നീ പുകഴ്ത്തി പറഞ്ഞു. അതിന് വീട്ടിൽ ഉണ്ടാക്കിയത് അവള് വെച്ച പായസം അല്ല, സാമ്പാറാന്നത്. അത് മോശമെന്ന് പറഞ്ഞാണ് അങ്ങോട്ട് കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കിയത്. അതൊക്കെ എന്റെ അടുത്തമ്മന്റെ തമ്പായി. പായസം ഉണ്ടാക്കിയ പായസമാണ്, സാമ്പാർ ഉണ്ടാക്കിയ സാമ്പാറാണ്, അവിയൽ ഉണ്ടാക്കിയ ഞാൻ അവിയല് പരിവാണ്. അത് വരുമോ? ഇവിടുത്തെ പട്ടിണ്ടല്ല, ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് നിപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഈ പട്ടി വരന്റെ അടുത്തമ്മണ്ടല്ല, അമ്മയിട്ടാ കാണുന്നത്. എനിക്ക് ഇവിടുത്തെ പട്ടിനൊന്ന് പരിചയപ്പെടണം. ഇവിടുത്തെ പട്ടിനൊന്ന് പരിചയപ്പെട്ടാക്കൊള്ളാന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് തന്നെ വൈകിട്ട് ഞങ്ങൾ ഒരു 1/2 കിലോ ഇറച്ചി മേടിച്ചു. ഈ ഇറച്ചി എന്റെ ഏട്ടത്തിനെ കൊണ്ട് കൊടുന്നിട്ട് നല്ല വേപ്പിലേക്ക് ഇട്ട് മുളകൊക്കെ തേച്ച് കുരുമുളകൊക്കെ ഇട്ട് ഒരു വെപ്പങ്ങ് വെച്ചു മോനെ, മൂക്കിലുണ്ട് മണ്ണടിച്ചിട്ട് ഇന്ന് കഴിച്ചിട്ട് കിടന്നാ കേട്ടാ. ഇന്ന് നമ്മൾ 3 പേര് അടിപൊളിയായിട്ട് കഴിക്കും അവിടെ ഇരുന്നു. ആര്? 3 പേരും. 3 പേര്. അതാണ് ഞാനും എന്റെ അനിയനും കൂടെ എവിടെ നിന്നും കഷ്ടപ്പെട്ട് 1/2 കിലോ ഇറച്ചി മേടിക്കും. അപ്പൊ ഏതെങ്കിലും നാളെ അന്ന് വന്നുള്ളൂ തിന്നാനായിട്ട്. എന്നെയാണ് ഉദ്ദേശിച്ചത്? അല്ല, നിന്നെയല്ല, പൊതുവേ ഞാൻ പറഞ്ഞതാ. രക്ഷപ്പെട്ടു. ഹരിപ്രസാദിനെ ഒരു കാര്യം മറന്നുപോയി, ഇറച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. തമ്പായി, എന്താ മോനെ? നമ്മുടെ ഹരിപ്രസാദിനെ ഇറച്ചി കൊടുത്തായിരുന്നാ? കൊടുത്ത്. സമാധാനായി. ഹരിപ്രസാദ അച്ഛനാണ്. അച്ഛൻ ഓയെന്ന് പറഞ്ഞിട്ട് നിങ്ങള് ഇവിടുത്തെ പട്ടിയില്ലേ, അച്ഛന്റെ സ്ഥാനത്ത് ഇപ്പൊ ഞങ്ങൾ അതിനെ കാണുന്നത്. അതാണ് ഞങ്ങൾ അച്ഛന്റെ പേരായിട്ട് ഹരിപ്രസാദ്. ഇങ്ങനെ ഒരു പട്ടിനെ ഞാൻ പേര് കേട്ടില്ല, ഹരിപ്രസാദ്. അതല്ലേ ഈ നിങ്ങൾ ഈ പട്ടിനെ കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞു. ഈ പട്ടിനെ ഞാനും ഹരിപ്രസാദ് ഹരിപ്രസാദിന് ഞാനും എന്റെ അനിയനും കൂടെ എത്ര പ്രാവശ്യം കൊണ്ട് കളഞ്ഞാന്നറിയാവോ? എന്നിട്ട് ഒരു തോടിന്റെ അക്കരെ കൊണ്ട് കളഞ്ഞ് ഞങ്ങൾ വന്ന് വീട്ടിലിരിക്കുമ്പോഴേ നീ വാദിപ്പിട്ട് ഇങ്ങിരിക്കരുത്, അച്ഛനല്ലേ വന്നിരിക്കണം, വല്ലതും പറയാൻ പറ്റുവാ? ഒന്നും മിണ്ടരുത്. അപ്പൊ ഇവൻ പറഞ്ഞ് അച്ഛൻ ഉറങ്ങിട്ട് കൊണ്ട് കളയാന്ന്. ഉറങ്ങിക്കഴിഞ്ഞ് ഞങ്ങള് ഒരു ചാക്കി കെട്ടി ഒരു തോട് നിന്ന് അക്കരെ ചെന്ന് മല കയറി അപ്പുറത്ത് ചെന്ന് ഒരു കാട്ടിക്കൊണ്ട് കളഞ്ഞ് ഞങ്ങളവിടെ 4 മണിക്കാ പോയത്. തിരിച്ചു വരുമ്പോ 7 മണിയായി. രാത്രിയായി. വഴി അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല. ഇല്ല. ആകെ കൂടി അറിയാവുന്നത് നിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. രാത്രി ഞങ്ങൾ അവിടെ കിടന്ന് പെട്ടുപോയില്ലേ, അവസാനം ഏട്ടായി ചെയ്ത പണി എന്താ പരിപാടി ഒന്ന് പറഞ്ഞോടത്തെ. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഈ ചാക്കിന്റെ കെട്ടങ്ങോട്ട് അഴിച്ച് ഈ അച്ഛനെ അടുത്ത് പുറത്തങ്ങോട്ട് ഇരുത്തി. ഈ അച്ഛൻ ഓടി അങ്ങോട്ട് പോയി അതിന്റെ പുറകെ അങ്ങോട്ട് പറഞ്ഞു. ഓ, നിങ്ങളുടെ ബുദ്ധി അപാരമാണ് കേട്ടാ. എന്നിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ഈ ഹരിപ്രസാദ് ഇവിടെ. ഹരിപ്രസാദേ, ചേട്ടായി കൈ മാറ്റി, കൈ പിടിച്ച അനക്കല്ലേ കേട്ടോ. അനക്കരുത്. ഏട്ടാടെ കയ്യിൽ ഒരു കൊതുകിരുന്ന് കടിക്കണ്ടായിരുന്നാ? അതിനൊക്കെ ഒന്നാണ്. ചേട്ടന്റെ കയ്യിൽ കൊതുകിരുന്നെങ്കിൽ നീ അടിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ കടിച്ച് എനിക്കാണ് വേദനിക്കണത്. അയ്യോ, അങ്ങനെയാണ്. അവിടെ പിച്ചല് എനിക്ക് വേദനിക്കണമെന്ന്. അവരെ തല്ലി എനിക്കല്ലേ വേദിക്കണത്. എന്താ ഇത്? എന്താണ് ഇവിടെ ഇങ്ങനെ? അങ്ങനെ അത്രക്ക് രക്തബന്ധമാണ് ഞങ്ങൾ തമ്മില്. മോനെ, നീ ഗുളിക കഴിച്ചായിരുന്നോ? എനിക്ക് തോന്നി. എനിക്കറിയാം നീ മറക്കും. ഇത് കഴിച്ചങ്ങട്. ചേട്ടൻ വെള്ളം കുടിക്കേ. തമ്പായി കാത്തോണേ. ഇത് ആർക്കാണ് ഇതിൽ ഗുളിക കൊടുത്തത്? ചേട്ടന് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് മരുന്ന് കൊടുത്തതാ. അതെ. ഈ ആർക്കാണ് ഈ ഗുളിക കൊടുത്തത്? ആർക്കാ? അനിയനെ. ഇവിടെ അല്ലേ ഗുളിക കൊടുക്കേണ്ടത്? ഇവരിൽ ആര് കഴിച്ചാലും ഒരുപോലെ അല്ലേ? എനിക്ക് വയ്യ. ഇത് 3 പേരും ഒരേ മെത്തേഡിലാണ്. എന്ത് പറയാനാണല്ലേ ഈ നിങ്ങളുടെ ഈ ചേച്ചി ഉണ്ടല്ലോ, ഒരു കാര്യം, ഇവര് അയൽക്കൂട്ടത്തിൽ എനിക്കെതിരെ ചെറിയൊരു സംഭവം. അത് പറഞ്ഞപ്പോഴാ നിന്നെ ഞാനൊന്ന് പിടിക്കാനിരിക്കണേരുന്നു. നീ ഇന്നലെ ശാന്തയുടെ വീട്ടിലെ ഡോർ പണിയാൻ പോയായിരുന്ന? ചെറിയൊരു ഡോർ പണിതു. ശാന്തയില്ല, അയൽക്കൂട്ടത്തിലും പൈപ്പും ചോട്ടിലും ബ്യൂട്ടി പാർലറിലൊക്കെ നിന്റെ കുറ്റവും പറഞ്ഞ് നടക്കണേണ്. എന്തിന്? ആ ഡോറ് പൊളിഞ്ഞു വീണെന്ന്. അതൊരിക്കലും ഈ ശാന്ത വെറുതെ കല്ല് വെച്ച നുണയെ പറഞ്ഞു. പൊളിഞ്ഞു വീണ്
ഞാൻ എന്തെല്ലാം പണികൾ ചെയ്യുന്നു ഇതിൽ ഡോർ വെപ്പാണ് എന്റെ മെയിൻ പരിപാടി. ഈ ഡോർ ഒരിക്കലും പൊളിയില്ല, എനിക്ക് ഉറപ്പാണ്. എടാ പൊളിഞ്ഞ് വീണെന്ന്. പൊളിയില്ല 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 പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞ്. പൊളിഞ്ഞ ആ. അങ്ങനെ എന്നെ തുറക്കി അടക്കി ചെയ്തു. അപ്പൊ പിന്നെ ഈ ഡോർ തുറക്കി അടക്കൊന്നും ചെയ്യണ്ടേ? അവൾ എന്നോട് പറഞ്ഞു ഒരു നല്ല പോലത്തെ ഒരു അടച്ചുറപ്പുള്ള ഒരു ഡോർ പണിത് തരാൻ പറഞ്ഞു. അതുപോലെ ഒരു സാധനം ഞാൻ പണിത് കൊടുത്ത് ഇനിയിപ്പോ അത് പൊളിഞ്ഞു പോകുന്ന പറഞ്ഞ് എന്നെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? മോനെ, നമ്മുടെ ബാത്റൂമിന് അടച്ചുറപ്പുള്ള ഡോറ് ഇവനെ കൊണ്ടല്ലേ വെപ്പിച്ചത്? വേണ്ടട്ടാ, അവൻ അഡ്വാൻസ് കൊടുത്തു പോരുത്. വെപ്പിക്കണ്ട, നമുക്ക് ഡോറ് വേണ്ട കേട്ടാ. നീ ഇവന്റേക്ക് ഈ കൂട്ടും കൂടി നിന്റെ ബുദ്ധിയും കൂടി പോവും, മനസ്സിലായാ? നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് കേട്ടാ. മോൻ പോയി കിടന്ന് ഉറങ്ങേ. തമ്പായി ഉറങ്ങാൻ പറഞ്ഞു, പോയി കിടന്ന് ഉറങ്ങേട്ടായി. ഇവരുണ്ടല്ല എന്റെ ഭാര്യ ഇവരെ കാണാൻ എങ്ങനെ അറിയാ? ദൈവത്തെ പോലെയാണ്. അനിയൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അനിയൻ. ഒരു ചന്ദനം കൂടി തൊട്ടു കൊടുത്തു തൊഴ അവിടെ ഇരുന്നിട്ട് ദൈവത്തെ പോലെ കാണുന്ന ഒരു സാധനം. നീ പോണില്ല വീട്ടിൽ? ഞാൻ പൊക്കളെ. എടാ നീയൊക്കെ ഒരു കാര്യം, ഒരു സാധനം നമുക്ക് ആരെങ്കിലും അറിഞ്ഞു തന്ന അത് മേടിച്ചോണം. എന്താ നിങ്ങൾ രണ്ടൊരു പൊട്ടന്മാരായി പോയി. എന്താണ് എന്നെ പുറത്തൊരു കൂട്ടുകാരനെ എപ്പോഴും കിട്ടില്ല. എന്താണ് മനസ്സിലാക്കണം നിങ്ങൾ. എന്താ നിങ്ങൾക്കൊരു കക്കൂസ് അനുവദിച്ചിട്ട് നിങ്ങൾ മേടിച്ചാ? ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കക്കൂസ് ഉണ്ടല്ലോ. എടാ അത് അറ്റാച്ച്ഡ് അല്ലേ, ഒരെണ്ണം വേറെ പഞ്ചായത്തിൽ കിട്ടിയിട്ട് നിങ്ങൾ മേടിച്ചാ? ഞങ്ങൾക്ക് കക്കൂസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു മകേഷ് കൊടുത്തേക്കാൻ. ഞാൻ പറഞ്ഞു എന്തിനാണ് മകേഷ് കൊടുക്കുക? നിങ്ങൾക്ക് അത് എന്ത് കിട്ടിയെന്താ? ഇടാ മകേഷ് കക്കൂസില്ല, അവര് കൊടുത്തിട്ടുണ്ടേ. എന്തിനാ നിങ്ങൾക്ക് എന്നിട്ട് മകേഷിന് കൊടുക്കേണ്ട? എന്താ കൊടുക്കണെന്നാ? ഈ മകേഷേ അവന്റെ പ്രതികാരം മുഴുവൻ നിൽക്കണം എന്റെ പറമ്പിൽ, അറിയാവാ? അവന്റെ കക്കൂസ് വേണ്ടത് അതാണല്ലേ? എനിക്ക് നിങ്ങളോട് വർത്താനം പറയാമല്ല. അടുത്ത ദിവസങ്ങളിൽ എനിക്ക് പണിക്ക് പോകണം. ഈ കാലിക്കുടം കണ്ടിട്ട് എനിക്ക് നടക്കില്ല. ഞാൻ ഇത് വേറെ രീതിയിൽ നിന്ന് കാലിക്കുടം ചേഞ്ച് ചെയ്തിട്ട് പണിക്ക് പോകും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തോ കേട്ടോ. ഏട്ടായി വന്നിരുന്നു. അവന്റെ മിണ്ടായിരിക്കുന്നല്ല കേട്ടാ. അവനെ നമ്മളെ തമ്മിലടിപ്പിക്കാൻ ചോറ് തിന്നാൻ വേണ്ടി വന്നവൻ. അതെ ഏട്ടായിക്ക് ഇന്നലെ കാല് വേനിക്കെന്ന് പറഞ്ഞായിരുന്നില്ല? കാല് ഇവന്റെ കൂടെ കൂടരുത് ഒരിക്കലും. അവന്റെ കൂടെ വീട്ടിൽ കയറ്റരുത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിൽ തമ്പായി ഉണ്ടാ? തമ്പായുണ്ട്. ഈ തമ്പായുള്ള വീട്ടിലേക്ക് എന്താണ് അവൻ എപ്പോഴും ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്നത്? അതാണ് അതുപോലെ ഒരു കള്ള ലക്ഷണം കണ്ടല്ലോ അവന്റെ. അവൻ ഒന്നാമത് നാട്ടിൽ ഭയങ്കര സ്ത്രീ വിഷയത്തിൽ ഭയങ്കര പേരാണ്. എന്തോ ഞാനൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങിയാലും ആലോചിക്കേ. തുടങ്ങിക്കോ. നിന്റെ അഭിപ്രായം എന്താ? ഏട്ടായി എന്ത് തുടങ്ങിയാലും ഞാൻ കൂടെ ഇല്ലേ? പിന്നെ ഉണ്ടല്ലോ തമ്പായുടെ ഒരു സംഭവം കൂടി ചോദിക്കണം. അത് വേണം, അത് വേണം. എന്താ ഏട്ടാ? ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഒന്ന് കിടത്തി ഉറക്കൂലേ? ഞാനേ പുതിയൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങിയാലും ആലോചിക്കുക. ബിസിനസ്സാ? നല്ല, പക്ഷെ കാശ് വേണ്ടേ? കാശ് എനിക്കൊരാളൊരു 500 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ ഏട്ടാ? അത് എന്റെ ഒരു അളിയൻ. എന്റെ അനിയനാ? എന്റെ അനിയനാ നിങ്ങൾക്ക് കാശ് തന്നത്? തമ്പായി എന്താ മോനെ ഇങ്ങനെ വഴക്കിടില്ല, എനിക്കാണ് കൊള്ളണത്. അയ്യോ എന്റെ മോന് വേദനിച്ച. എടി 500 രൂപ കൊണ്ട് എനിക്ക് കള്ളുകുട്ടികളല്ല, പിന്നെ ബിസിനസ് നടത്താനാണ്. എന്ത് ബിസിനസ്സാണ്? ഈ 500 രൂപയ്ക്ക് ഞാൻ മുട്ട മേടിക്കും, കോഴിമുട്ട. കോഴിമുട്ട എന്തിനാ? പൂക്കൾ ഇടാനാ? ഓ എടി കോഴി വിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ? കോഴി ഓടുന്നു, മുട്ടയിടുന്നു, കാഷ്ടിക്കുന്നു, ഒക്കെ വെകളാ ഇവിടെ. ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഈ കോഴിനെ കൊണ്ട് വിൽക്കേ. കണ്ടാ അയാളുടെ സ്വഭാവം എടുത്തോണ്ട് എല്ലാ സാധനവും ഇങ്ങനെ വിൽക്കണേ. എന്തിനാണ് ഇപ്പൊ കോഴിനെ വിൽക്കണേ? എന്തിനാ നിങ്ങൾ ഈ കോഴിനെ വിൽക്കണ ചുമ്മാതല്ല, പിന്നെ കോഴിനെ വിറ്റ് ഞാൻ ആടിനെ മേടിക്കും. എന്നിട്ട് ആടിനെ മേടിച്ചാൽ ഒരാട് കൊണ്ട് ഒറ്റ പ്രസവത്തിൽ എന്തോരം കുഞ്ഞുങ്ങളാ. ആണ് ഒരു സുപ്രഭാതത്തിൽ ആടിനെ കണ്ടുകൊണ്ട് വിൽക്കുകയാണ്. കണ്ടാ ഇയാള് നിങ്ങൾ നന്നാവൂല. നിങ്ങൾ പിന്നെ കൊണ്ട് വിറ്റ് 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 നിക്കണേണല്ല. എടി ആടിനെ വിറ്റിട്ട് പശുവിനെ മേടിക്കൂല. പുല്ല് മോനെടുത്തോളൂ. പശുവിന് പുല്ലെടുക്കും, ചാണം വരെല്ലാം ചെയ്യും. എന്റെ മോൻ. എന്നിട്ട് ഈ പശുവിനെ മേടിച്ചിട്ട് നമ്മ എന്ത് ചെയ്യും ചേട്ടാ? ഈ പശുവിന് 10 ലിറ്റർ പാല് കിട്ടും. 7 ലിറ്റർ ഞാൻ സൈക്കിളിൽ നിന്ന് ചവിട്ടി സൊസൈറ്റി കൊണ്ട് കൊടുക്കും. 2 ലിറ്റർ ഞാൻ നീ കൂടെ കാച്ചി കുടിക്കും. പിന്നെ 1 ലിറ്റർ എന്റെ അച്ഛനും അമ്മക്കും കൊടുക്കാം. അച്ഛനും നമുക്ക് കൊടുക്കാം. അത് നല്ല കാര്യം. കണക്ക് നമ്മ രണ്ടുപേരും കണക്കിൽ വീക്കാർന്നല്ല. കണക്ക് എന്തോ പാലിട്ടുണ്ട് ഇവിടെ. അതെങ്ങനെ? ഒന്ന് 10 ലിറ്റർ പാല് കിട്ടിയല്ലോ. 10 ലിറ്റർ പാല് കിട്ടി. അതൊന്ന് കണക്ക് പറയാം. കറക്റ്റ് 7 ലിറ്റർ സൊസൈറ്റി കൊടുത്തു. 2 ലിറ്റർ ഞാൻ ഇവിടെ കൊണ്ട് കാച്ചി കുടിച്ചു. 1 ലിറ്റർ ഇവിടെ അച്ഛനും അമ്മക്കും ഞാൻ കൊടുത്തു. എന്റെ അച്ഛനും അമ്മക്കും. അതെന്താ? ഈ തന്തയും തള്ളും കുഴിലേക്ക് കാലിനിട്ടിരിക്കുന്ന തന്തയും തള്ളും പാല് മാത്രം കുച്ചുള്ള. എന്താ മോനെ എന്റെ അച്ഛനും അമ്മേനെ ഇങ്ങനെയൊക്കെ പറയണേ? എന്താ മോനെ? അപ്പൊ എന്താ വയറ്റിലേക്ക് പാല് ഇറങ്ങൂല? എനിക്ക് എന്താ പാലില്ലേ? മോൻ എന്തിനാണ് ഇപ്പൊ പാല്? അവര് പ്രായ ആൾക്കാർ, അവര് കുടിക്കട്ടെ. ഈ മരിക്കാൻ കിടക്കുന്ന അവർക്ക് എന്താണ് ഈ പാലെന്ന്? ഇവിടെ പാല് കുടിക്കട്ടെ. ആങ്ങളല്ലേ കാശ് തന്നത്? ഇവളുടെ ആങ്ങള. ഈ കോക്കാച്ചിലെ ആങ്ങളെ പൈസ എന്ന് പറയാൻ എനിക്ക് പാല് കുടിക്കാൻ പാടില്ല ഇവിടെ. നീ എന്താണ് പറഞ്ഞത്? ഞാനിപ്പോ തള്ള എന്തോരം ചോറന്റെ ഈ കൈ കൊണ്ട് നിനക്ക് ഞാൻ വാരുന്ന നന്ദിയില്ലാത്തവനെ. അയ്യോ ഈ ചോദിട്ടുണ്ട് അടുക്കള ഭാഗത്തോട് ഞാൻ നന്നാക്കി വന്നിട്ട് ഛർദിച്ചോളെ. അമ്മായി പറയണതല്ല, നിങ്ങൾ നിനക്ക് നാണോണ്ടാ നാറി.
ഈ കുടുംബം ഇറങ്ങി. ഞാൻ എങ്ങോട്ട് ഇറങ്ങാൻ? നീ ഇറങ്ങി പോടാ എന്റെ കുടുംബത്തിൽ നിന്ന്. നീ ഇറങ്ങി പോടാ. അങ്ങനല്ല, അത് നീയല്ല പറഞ്ഞത്. ഈ നിൽക്കുന്ന എന്റെ നേട്ടനാറി പറഞ്ഞ ഞാൻ ഇവിടെ ഇറങ്ങണം. അപ്പൊ ഞാൻ ഇറങ്ങാം. ഇറങ്ങിക്കോ. ആ, പോ. ചെല്ലി വിട്ടോ, വിട്ടോ. പോടാ, പോ. നീ എന്റെ വിട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ. വിട്ടോടാ. പോടാ. ഒരു കാര്യം ഞാൻ പറയാം. ഇനി അനി സുനിയില്ല, സുനിയും അനി മാത്രമേ ഉള്ളൂ. ആ, ഉള്ളു. ആ. ആ, എന്റെ പൊന്നു. നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ സന്ധ്യമയങ്ങി മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു. അയ്യോ എന്റെ കല്യാണം പോയേ, എന്റെ കല്യാണം പോയേ, അയ്യോ അയ്യോ എന്റെ ശ്രീധരൻ പോയേ, അയ്യോ. എന്താ ബഹളമാ ഇവിടെ? എടാ, എനിക്കിവിടെ കിടന്നുറങ്ങട്ടെ. എടാ, എന്തുവാ ഇവിടെ? തന്റെ ഭർത്താനെ കേട്ട തന്റെ പായുന്നല്ലോണ്ട് ഞാൻ എന്റെ കഷ്ടത്തിരിക്കണ പോലെ. നീ അതുകൂടെ പറയാം. ഞാൻ സംസാരിക്കും. ഇവരെ കൂട്ടുകാരൻ എന്താണ് ഇവിടെ സംഭവം? എന്താണെന്നാ? എന്താ സംഭവം? പറഞ്ഞോട്ടെ. എന്താ സംഭവം? എന്താ സംഭവം? എന്താ സംഭവം? ഇവനിപ്പൊ പാല് വേണോന്ന്, പാല് കുടിച്ചണം പോലും. എന്താണ് കുഞ്ഞാവാവ. വേറൊന്നല്ല, ഈ ഏട്ടന്നാറി ഇത്ര നാൾ ഞാൻ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഇയാളെ പാട്ടുപാടി ഉറക്കണം ഞാനാണ്. എന്നിട്ട് അയാൾ ചെയ്ത പണിയെന്ന് അറിയാമോ? എന്താണ് ഇത്? അപ്പൊ നീ എന്തെല്ലാം ഇവിടെ എന്നോട് ചോദിച്ചില്ലേ? ഇവൻ ചെയ്ത പണി അറിയാവാ? എന്താണ്? എടാ, ഞാൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലട്ടിരിക്കുമ്പോഴേ ഇവൻ ചിക്കൻ ബിരിയാണി കഴിച്ചത് അറിയാവാ? എങ്ങനെ ശബരിമലക്ക്? ഞാൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലട്ടിരിക്കണ. അപ്പൊ ഇവൻ ചിക്കൻ ബിരിയാണി മേടിച്ച് കഴിച്ചറിയാവാ? അവൻ ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് നിനക്കെന്താണ്? അപ്പൊ എന്റെ വൃതം പോവല്ലേ? എങ്ങനെ വൃതം തെറ്റിയല്ലേ? വൃദ്ധമല്ല മനുഷ്യ, വൃദ്ധം. അതെങ്ങനെ തെറ്റും? എടാ, ഞാൻ കഴിച്ചാലും അവൻ കഴിച്ചാലും ഒരുപോലെ അല്ലടാ. നീ കൊണ്ടാ എന്താ? ഇവിടെ സംസാരിക്കും, എന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കും. എന്താണ് നീ പറ? ഞാൻ 130 ഡിഗ്രിയിൽ പനി പിടിച്ച് വിറച്ചിടണം സമയത്തുണ്ടല്ലോ, അയാൾ തണുത്ത വെള്ളത്തിൽ പോയി കുളിച്ചടാ. എനിക്ക് പനി കൂടിയില്ലേ? അവൻ അന്നേരം ഒന്ന് കുളിക്കട്ടെ. എടാ എനിക്ക് പനി കൂടൂലേ? ഇപ്പൊ ഇവിടുത്തെ സംഭവം എന്ന് അറിയാമോ? ഇയാളൊരു പശുവിനെ മേടിച്ച് 10 ലിറ്റർ പാല് ഇറങ്ങുന്ന പശു. ഇയാൾക്ക് 10 ലിറ്റർ പാല് കിട്ടി. 7 ലിറ്റർ അയാൾ സൊസൈറ്റി കൊണ്ടുകൊടുത്തു. 2 ലിറ്റർ ഇയാളും ഇയാളുടെ ഭാര്യയും കൂടി കുടിച്ച്. ബാക്കി 1 ലിറ്റർ ഉണ്ട്. അത് ഇയാളുടെ പെരട്ട ഈ തള്ള ഉണ്ടല്ലോ, തള്ള, അയാളുടെ തള്ളക്ക് നന്ദിയും കുടിക്കാൻ കൊടുത്തേക്ക്. സംസാരിക്കല്ലോ നിങ്ങൾ. ദേ, നീ ഞങ്ങളുടെ ഭാഗത്താണ് അവന്റെ ഭാഗത്താണ്. അങ്ങനെയല്ല. നീ ഇവിടെ ഈ പുരം എടുത്തോ? എന്റെ ഭർത്താവ് എന്റെ ഭർത്താവിന് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി എന്റെ സ്വന്തം അനിയൻ, അല്ലാണ്ട് ഇവനെ പോലത്തെ കച്ചറയല്ല, എന്റെ സ്വന്തം അനിയൻ എന്റെ ഭർത്താവിന് 500 രൂപ കൊടുത്ത്. 500 രൂപയ്ക്ക് എന്നാ ബിസിനസ് ചെയ്യാനാ ഈ കാലഘട്ടത്തിൽ? മൊട്ട ബിസിനസ് ചെയ്യാങ്ങോ. അതെന്നാ കൂടോത്രം ചെയ്യാനോ? ഞാൻ സംസാരിക്കാം. മൊട്ട വിരിയിച്ച് കോഴി. ആ കോഴിനെ അവന്റെ വാക്കും കേട്ടതേ ഇയാള് കൊണ്ട് വിറ്റേക്കാണ്. ഇയാളെ എന്തിനെ കൊണ്ടുകിടക്കും? കൊന്നുകളയാൻ അല്ല, വിറ്റെങ്കിലും ഞാൻ ആടിനെ മേടിച്ച്. ആടിനെ മേടിച്ചാ നല്ല കാര്യം. ആടിനെ മേടിച്ചെങ്കിൽ നല്ല കാര്യം. ആടിനെ മേടിച്ചിട്ട് പിന്നെ അവന്റെ വാക്ക് കേട്ടിട്ട് ഈ ആടിനെ ഇയാള് വിറ്റ്. ഇയാളെന്തിനാ ആടിനെ വിറ്റതെന്ന്? പശുവിനെ മേടിച്ചില്ല കൊടുത്ത്. പശുവിനെ മേടിച്ചല്ലോ. പശുവിനെ മേടിച്ചാൽ പിന്നെ കുഴപ്പമില്ല. ആടിനെ വിൽക്കുന്നത് പശുവിനെ മേടിച്ചതാണ് ഇവിടെ ഇത്രയും വിഷയം ഉണ്ടായത്. എന്തിനാണ് ഒരു പശുവിനെ മേടിച്ചെങ്കിൽ? എടാ, ഈ പശുവിനെ മേടിച്ച പശു പാല് കൊടുത്താ. ഞാൻ പറയണ, ഞാൻ അവരുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ എന്തിനാ ഈ പശുവിനെ അവര് മേടിച്ചത്? മോശമാണോ? പശുവിനെ മേടിച്ച പശു 1 ലിറ്റർ പാല് 1 ലിറ്റർ പാല് എനിക്ക് തന്നില്ല. ആര് തന്നില്ലെന്ന്? എനിക്ക് തരുന്നില്ല അവര്. എടാ, നിങ്ങളുടെ ആര് പറഞ്ഞു നിനക്ക് പാല്? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞില്ല, നിന്നെ ഇവര് ഒഴിവാക്കും. ഇവര് ഒഴിവാക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. നീ ഇപ്പൊ സ്ഥലമൊക്കെ നിന്റെ പേരിൽ നിന്ന് പോകും. അതൊക്കെ പീടുന്ന എങ്ങാണ്ട് കിട്ടിയ സാധനത്തിനെ അവൻ എന്നെ വിടാൻ, എന്നെ വിടാൻ, എന്നെ വിടാൻ, എന്നെ വിടാൻ. ആര് പിടിച്ചില്ല? അല്ല, പിടിച്ചാലും വിടല്ലേ? ഞാൻ ഓർത്ത ഇങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യം എനിക്കറിയാവുന്ന കാര്യം. നീ അവന്റെ ഭാഗത്താണ് ഞങ്ങളുടെ ഭാഗത്താണ്. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഞാൻ രണ്ടുപേരുടെ ഭാഗത്തുണ്ട്. ആണാ? എന്നാ പിന്നെ നീ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കണം. കുഴപ്പമില്ല. ഞങ്ങളുടെ പശുവിനെ തന്നെ ചെയ്യലുണ്ടല്ലോ. നിനക്കൊരു കാര്യം അറിയണം. ഞങ്ങളുടെ പശു എന്റെ അനിയൻ തന്ന കാശിന് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ ബിസിനസ് കൊണ്ട് മേടിച്ച പശു 10 ലിറ്റർ പാൽ. ആ പാലിന് 7 ലിറ്റർ എന്റെ ചേട്ടൻ കൊണ്ട് സൊസൈറ്റി കൊണ്ട് കൊടുത്ത് ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കണ്ടേ? വേണ്ടേ? അവൻ 1 ലിറ്റർ കൊടുത്തില്ലെന്നും പറഞ്ഞ അവൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കണ കാര്യമുണ്ടോ? അത് ശരി. അപ്പൊ അതാണ് നിന്റെ ഇപ്പൊ ഈ പശു ഉണ്ടല്ലോ, ഈ പശു ഒറ്റ പശുവാണ് എന്റെ ജീവൻ തകർന്നിരിക്കാൻ. എനിക്ക് ഇതിലൊരു തീരുമാനം നീ ഉണ്ടാക്കിയതാ. ഈ പശുവാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം. പശുവിനെ പോയി പിടിയടാ. ഈ പശുവിനെ പിടിച്ചോണ്ട് വാ. ഈ പശുവിനെ പിടിച്ചോണ്ട് വന്നിട്ടേ കാര്യമുള്ളൂ. അതെ, ചിലപ്പോ ഇവളുടെ ആങ്ങളെ എനിക്ക് 500 രൂപ തരുമായിരിക്കും. അപ്പൊ പശുവിനെ മേടിച്ചിട്ടില്ലേ? അപ്പൊ തന്നാ ഞാൻ മുട്ട മേടിക്കും. മുട്ട മേടിച്ചാൽ വിരിച്ച കോഴിയായിവോ? കോഴിനെ കൊടുത്താൽ ഞാൻ എനിക്ക് ആടിനെ മേടിക്കാൻ പറ്റേ. പിന്നെ അതിനെ വിറ്റിട്ട് പശുവിനെ മേടിക്കും. അപ്പൊ 10 ലിറ്റർ പാല് കിട്ടിയല്ലേ? പിന്നെ കിട്ടും. അതാണ് അപ്പൊ ശരിക്കും സംഭവം. സങ്കല്പമാണെങ്കിൽ സങ്കല്പമായിരുന്നു. അപ്പൊ പശുവിനെ മേടിച്ചിട്ടില്ല. മേടിച്ചിട്ട് മേടിക്കും. അതിനാണ് ഈ സംഭവം ഇത്ര ഒപ്പിച്ച് കിട്ടിയത്. പശുവിനെ ഇല്ല, പാലും ഇല്ല. ഒന്നുമില്ല, സങ്കല്പമാണല്ലോ. ഇങ്ങോട്ട് വന്നേ. എന്താ അവനടിക്ക് കൊല്ലി. അവനെ കൊല്ലാൻ. അവനടിച്ച്
എന്തിനാന്നാ നിങ്ങൾ ഈ മേടിക്കാനിരുന്ന ഒരു പശു ഇല്ലേ ഞാൻ വെക്കാനിരുന്ന 4 വാഴയാണ് തിന്നു തീർത്തത്. അടിച്ചവന്റെ തലമട തല്ലി പൊട്ടി. എന്തിനാണ് പിന്നെ വാഴ അവന്റെ അപ്പൊ ചുരുക്കി പറഞ്ഞ മലർപ്പൊടിക്കാരന്റെ കഥയായിരുന്നു അല്ലേ? മലർപ്പൊടിക്കാരന്റെ കഥ പുതിയ രൂപത്തിൽ, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ. പക്ഷെ നിങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്തു ആ കഥ. യെസ്, വെരി ഗുഡ്. ആ ഒരു ആക്ഷൻ സീക്വൻസും ഫൈറ്റും, ആ തുടക്കത്തിലെ സ്നേഹവും, അത് കഴിഞ്ഞിട്ടുള്ള തല്ലുമൊക്കെ മൊത്തത്തിൽ രസമുണ്ടായിരുന്നു. സുചേട്ടാ അടിപൊളി, നന്നായിരുന്നു. പിന്നെ ഈ 3 ആർട്ടിസ്റ്റുകളെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഷിജിറ നന്നായിരുന്നു. പിന്നെ സുനി, അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ പെർഫോമൻസ് ഉണ്ട് കേട്ടോ. എത്ര വീഴ്ച വീടല്ലേ ഇതിനിടയ്ക്ക്. അതൊന്നും അല്ല, ദിനോസർ മാത്രം ഒന്ന് കാണിക്കും സുനി. ഇങ്ങനെ കുറെ സ്റ്റേജിൽ ഒരുപാട് മാനറിസങ്ങൾ ചെയ്യണത്. ആക്ഷൻ കോമഡിയുടെ മെയിൻ ഉസ്താദാണ്. പിന്നെ വിനോദിന്റെ പെർഫോമൻസ് കാണുമ്പോൾ കറക്റ്റ് മനോജ് ഗിന്നസിനെയാണ് ഞങ്ങൾക്ക് ഓർമ്മ. അത് അതേ ഫിഗറും അതിന്റെ ഒരു സെയിം എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ. എന്തായാലും നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഷജീറേ അടിപൊളി, സൂപ്പർ സ്കിറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്ക് അവതരണ ശൈലി കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. രണ്ട് അപ്പുറം ഇപ്പുറം നിന്നുള്ള ആദ്യ സ്നേഹം പറഞ്ഞ പോലെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നിസ്സാര കാര്യത്തിന് ഇത് പണ്ടൊരു കഥയുണ്ട്. ഞങ്ങളൊരു കഥ പറയും ഇതിന്, സങ്കല്പത്തിൽ ആയിട്ട് പിന്നെ പ്രശ്നങ്ങളാവുന്നൊരു കഥ. അതായത് ഒരു അച്ഛനും മോനും. ഈ മോൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുസൃതിക്കാരനാണ്. സ്കൂളിൽ ചെന്നാൽ ഭയങ്കര വിഷയങ്ങളുണ്ടാക്കും. കോമ്പസ് വെച്ച് പിന്നെ മെമ്പറിൻ്റെ മോനെ കുത്തുക, സാറിനെ ചീത്ത വിളിക്കുക, അങ്ങനെ എപ്പോഴും പിള്ളേരെല്ലാം ഉപദ്രവിക്കുക. അങ്ങനെ ഭയങ്കര വിഷയക്കാരനാണ് ചെറുക്കൻ. എന്നും രാവിലെ വീട്ടുകാർ ഓരോ പരാതിയായിട്ട് ഇങ്ങനെ വരാനേ സമയം കാണത്തുള്ളൂ. ഒരു ദിവസം അച്ഛനും മോനോട് ഇങ്ങനെ നിന്നിട്ട് ചക്ക പഴുത്ത ചക്ക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ ചെറുക്കൻ്റെ സ്വഭാവം അറിയാമല്ലോ. ഇങ്ങനെ ചക്ക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ഈ ഇങ്ങനെ ഇത് മാറ്റിയിട്ട് ചക്ക കുരു എടുത്തിട്ട് അച്ഛനവനെടുത്ത് വെച്ച് മോൻ താഴെ ഇരിക്കുക. മോനോട് വെച്ചിട്ടേ, നിൻ്റെ ഈ സ്വഭാവം നല്ലതല്ല കേട്ടോ. അവനെന്താ എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും അവൻ. എടാ, നിൻ്റെ ഈ സ്വഭാവത്തിന് ഞാൻ ഈ ചക്കക്കുരു അപ്പുറത്ത് കുഴിച്ചിട്ട് നാളെ അതൊരു പ്ലാവാവും, അത് വിളയും, നല്ല വലിയൊരു മരമാകുമ്പോൾ ഞാനത് മുറിച്ചിട്ട് ഒരു മേശ പണിഞ്ഞ് ഞാനത് പോളിഷ് ചെയ്ത് അടിപൊളിയായിട്ട് ഈ വീട്ടിലിട്ടാൽ നീ അതിൻ്റെ മേളിൽ കോമ്പസ് വെച്ച് കുത്തി വരയ്ക്കുമെന്ന് ചോദിച്ചു. ചെറുക്കൻ പറഞ്ഞു, ഞാൻ വരയ്ക്കും. നീ വരയ്ക്കൂടാ? ഞാൻ വരയ്ക്കും. നീ വരയ്ക്കൂടാ? ഞാൻ വരയ്ക്കും. നീ വരയ്ക്കൂടാന്ന് പറഞ്ഞ ഒറ്റ ചവിട്ട് ചെറുക്കൻ്റെ മർമ്മഭാഗത്ത് ചെറുക്കൻ വീണങ്ങ് മരിച്ചു. അയ്യോ, ചക്കക്കൂര് കൈയിരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായ? അതിന്റെ ഒരു പാട്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരു കുട്ടികൾക്കുള്ള ഒരു കഥ തന്നെ ഉണ്ട്. എന്തായാലും നല്ല രീതിയിൽ അത് നമുക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അവതരിപ്പിച്ചു. അവതരണം പക്ക സൂപ്പർ. ഓഡിയൻസിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു? സ്കിറ്റ് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ പെർഫോമൻസിന് ഇവർക്ക് എത്ര സ്റ്റാർസ് കൊടുക്കാം? 3 stars ആണ് നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും അതൊരു 4-നും 5-ലേക്കൊക്കെ എത്താനുള്ളൊരു സ്കോപ്പുമായിട്ട് വേണം വരാൻ. എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താണ് ചിരി ആവാമായിരുന്നു തോന്നുന്നു അല്ലേ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കണ്ടിന്യൂസ് ചിരി കൗണ്ടേഴ്സൊക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക്. പക്ഷെ നിങ്ങൾ ചെയ്തിടത്തോളം പെർഫെക്റ്റ് ആയിരുന്നു. നമ്മൾ പക്ഷെ കുറച്ചും കൂടെ എന്തോ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു 3 stars നിർത്തിയത്. പക്ഷേ നമ്മൾ അടുത്ത പ്രാവശ്യം ഇതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, സോ സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ, പിന്നെ വിസ് മൈ ഹെയർ ഡ്രീം വെയർ തരുന്ന ഒരു അടിപൊളി സൽവാർ സെറ്റ്. അപ്പോൾ അത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നെൽസൺ ചേട്ടനെയും സുധി ചേട്ടനെയും സ്വാഗതം ചെയ്യുകയാണ്.